ഞാനൊരു നല്ല കാര്യത്തിൽ ഇറങ്ങുക. നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോ ഒരു കുരുതി നല്ലതാ. ദേവി, എന്റെ പൊന്നഞ്ചത്തിയെ ജീവനോട് തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ആഹാ, എല്ലാവരും സന്തോഷത്തിലാണല്ലോ. അല്ല, വന്ദന മാത്രം എന്താ ഇങ്ങനെ? എന്തു പറ്റും മോളെ? ഞാൻ പറയാമേ, ഇവളുടെ കല്യാണോ നടന്നില്ല. വർഷയുടെ കല്യാണമെങ്കിൽ യാതൊരു അനിഷ്ടവും കൂടാതെ മംഗളമായി നടക്കുകയും ചെയ്തു. അത് നടന്നു കഴിഞ്ഞപ്പോഴാ ഇവക്ക് ഈ കണ്ണീരൊലിപ്പിരിഞ്ഞം തുടങ്ങിയത്. ഇതിന്റെ പേരെന്താന്ന് ഞാൻ പറയണ്ടല്ലോ. എന്റെ മനസ്സിന്റെ ശുദ്ധഗതി കൊണ്ട് ഞാനുള്ളതൊക്കെ വെട്ടി തുറന്നങ്ങ് പറയും. സ്വന്തം കൂടെ പറപ്പിന് നല്ലത് വരുമ്പോഴേ. നിർത്തടി. വർഷയുടെ വിവാഹം നടന്നതിൽ ഇവിടെ ആർക്കും എതിർപ്പോ അസൂയോ ഒന്നുമില്ല. അഥവാ ആർക്കെങ്കിലും ഇനി ഉണ്ടെങ്കിൽ അത് നിനക്ക് മാത്രം. നിന്റെ ഈ കുശുമ്പും കുന്നായ്മയൊന്നും വന്ദനയുടെ തലയിലേക്ക് നീ കെട്ടിവെക്കാനൊന്നും നോക്കണ്ട. ഓഹോ, അപ്പൊ ഇത് നല്ല കഥ. ഇപ്പൊ എല്ലാ കുറ്റവും എനിക്കായോ? അതേടി, ഒരേ വയറ്റിൽ പിറന്നവരാണെങ്കിലും നിന്റെയും വന്ദനയുടെയും തലവര രണ്ടായി പോയി. വന്ദനയുടേത് നേരായ രീതിയിലുള്ള തലവരയാണെങ്കിൽ നിന്റേത് തല തിരിഞ്ഞു പോയി. തല തിരിഞ്ഞ ഈ തലവരക്കാരിക്ക് കെട്ടുദോഷം തീർന്ന് 2 മക്കളുമായി. നേരായ തലവരയുള്ളവൾക്ക് എന്താ മൂത്ത നരച്ചിങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കേണ്ടി വരുന്നത്? അമ്മേ, വേണ്ടമ്മേ. പറഞ്ഞതൊക്കെ ശരിയാ. വിക്രമും വർഷയും തമ്മിലുള്ള വിവാഹം നടക്കരുതേ എന്ന് ദേവിയോട് തൊഴുത്ത് പ്രാർത്ഥിക്കേണ്ടി വന്ന ഒരു മഹാപാപിയാ ഞാൻ. അപ്പോ ഞാനാണ് തെറ്റുകാരി. അങ്ങോട്ട് അമ്മേ, വന്ദനയുടെ മനസ്സ് എനിക്കറിയാം. അവൾ ഒരു തെറ്റും ചെയ്യില്ല. മറ്റെന്തോ ഒരു പ്രശ്നം വന്ദന ആകെ തളർത്തിയിരിക്കുക. അതെന്താന്ന് ചോദിച്ചിട്ട് ചേച്ചി പറയുന്നുമില്ല. കാര്യം എന്താന്ന് അറിഞ്ഞാലല്ലേ പരിഹാരം കാണാൻ പറ്റും. അമ്മ എന്ന് ചോദിച്ച് മനസ്സിലാക്ക. ഞങ്ങള് പോയേക്കാം. ബൈച്ചി. മോളെ, എന്താ മോളെ ഇത്? ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനാണോ നിന്റെ വിധി? എന്താ മോളെ നിന്റെ സങ്കടം? അമ്മയോട് പറ. ഇനിയിപ്പോ ആരായിരിക്കും? നമ്മുടെ രാജീവ് മേനോന്റെ ബന്ധുക്കളോ മറ്റായിരിക്കുമോ? അതോ ഇനി വല്ല പിള്ളേരെ പിടുത്തക്കാരോ മറ്റോ വന്നിരിക്കുമോ? കുറുപ്പ് സാർ എന്താ ഇത്ര ആലോചിക്കുന്നത്?
സാർ ആ സെലിബ്രിറ്റി ഗസ്റ്റിനെ വിക്രമിന്റെ ഹൽദി കൊണ്ടുവന്നില്ലേ, അത് സീനായിരുന്നു സാറേ. കുറുപ്പ് സാറിന്റെ ബന്ധങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. എടോ, ബന്ധങ്ങളോ സെലിബ്രിറ്റിയോ ഒന്നും അല്ലേ ഇപ്പൊ എന്റെ പ്രശ്നം. അന്ന് വന്ദനയെ പൊക്കാൻ നമ്മളൊരു കൊട്ടേഷൻ കൊടുത്തോ അല്ലേ? അത് നടക്കാത്തതിനുള്ള ടെൻഷനിലായിരിക്കും അല്ലേ? അത് സാറ് കൊണ്ടുവന്ന സെലിബ്രിറ്റി അല്ലേ അതും പൊളിച്ചത്? അയ്യോ, അതിനു മുൻപ് കൊടുത്ത കൊട്ടേഷനൊക്കെ അങ്ങ് വൻ വിജയങ്ങളായിരുന്നല്ലോ അല്ലേ? എടോ, ഞാൻ അതിന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്. വന്ദനയെ തട്ടിക്കൊണ്ടുപോകാൻ നമ്മൾ കൊട്ടേഷൻ കൊടുത്തു. സമ്മതിച്ചോ? സമ്മതിച്ചു. ആ, പക്ഷേ അവിടെ ആ ഒരു കൊട്ടേഷൻ സംഘം മാത്രമല്ല വന്നത്. അത് ശരിയാ. ആ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ മറ്റൊരു കൊട്ടേഷൻ സംഘവും അവിടെ വന്നു. അതാരാ? അത് ശരി. അത് താൻ എന്നോടാണോ ചോദിക്കുന്നത്? വല്ല പിള്ളേരെ പിടുത്തക്കാരും ആയിരിക്കുമോ? പിന്നെ കല്യാണ വീട്ടിലല്ലേ പിള്ളേരെ പിടുത്തക്കാരും നേരെന്ന് നിൽക്കുന്നത്. എന്നാലും ആ സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതല്ലെങ്കിൽ പിന്നെ ആരാ? ചിലപ്പോ ഒരു പക്ഷേ ആ ദിയമോളുടെ ബന്ധുക്കളോ മറ്റോ ആയിരിക്കുമോ? അതോ ദിയമോളുടെ അച്ഛൻ രാജീവ് മേനോന്റെ സഹോദരിയോ അവളുടെ ഭർത്താവ് സാഗറോ ആയിക്കൂടെ? അതല്ലെങ്കിൽ പിന്നെ ഉണക്ക മാധവൻ നായരും അവിടെ ഉണ്ടായിരുന്നു. ഇനി ദിയമോളെ ഇഷ്ടപ്പെടാത്തവർ ചിലപ്പോ അവരും ആയിക്കൂടെ? അത് ശരിയാ. അത് ശരിയാ, ഇത് ശരിയാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചിക്കും മനുഷ്യ. അതെ, ഏതാണ് ശരിയെന്നുള്ളതൊക്കെ എനിക്ക് അറിയണം. കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിഞ്ഞിട്ട് എന്നോട് വന്ന് പറയണം. അത് ഞാൻ ഏറ്റു. സാർ, എന്റെ ഒരു സംശയം. എന്ത്? ഈ കിഡ്നാപ്പ് ശ്രമത്തിന് പിന്നെ വേണ്ട. അച്ഛാ, എന്താടാ? കുറെ തട്ടിക്കൊണ്ട് പോകലുകാർ ഇറങ്ങിയിട്ടുണ്ട്. ഇവനെയൊക്കെ പബ്ലിക് റോഡിൽ വെച്ച് തൂക്കിക്കൊല്ലണം. അല്ലെങ്കിൽ വേണ്ട, പഴയ കാലത്തെ പോലെ കയ്യും കാലും വെട്ടിയരിഞ്ഞ് അരയാലും തൂക്കിയിട്ടാലും മതി. അല്ലച്ചാ, ഇങ്ങനെ ആളിനെ തട്ടിക്കൊണ്ടു പോകുമ്പോ ഇവന്മാർക്ക് എന്താ കിട്ടുന്നത്? കൊട്ടേഷൻ കൊടുക്കുന്നവന്മാരെ വേണം നല്ല പത്തല് വെട്ടി അടിക്കാൻ. അച്ഛാ, അല്ല, ഇതിനെ കുറിച്ച് സെക്രട്ടറിയുടെ അഭിപ്രായം എന്താ? അത് ശരിയാ, അങ്ങനെ തന്നെ വേണം. സെക്രട്ടറി അല്ല, ആണായി പറഞ്ഞവരാരും ഈ നാറിയ പണിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അച്ഛൻ എന്ത് പറയുന്നു? നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഇല്ലല്ലോ. അച്ഛാ, ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. പത്രത്തിൽ കിഡ്നാപ്പിന്റെ വാർത്ത കണ്ടപ്പോ പറഞ്ഞത് തെറ്റായി പോയോ? മനുഷ്യനിവിടെ തലവരുത്തിരിക്കുമ്പോ വായി തോന്നെ വിളിച്ചു പോകാതെ ഇങ്ങനെ ഉണ്ടൊരു ജന്മം. അച്ഛാ, ഈ പത്രത്തില് തട്ടിക്കൊണ്ടുപോയവരുടെ പേരൊന്നും കാണുന്നില്ലല്ലോ. പേര് ഒരു സന്താനം വേണമെങ്കിൽ ഞാൻ ബുദ്ധിപരമായി പ്ലാൻ ചെയ്യുന്ന മുഴുവൻ പൊളിച്ചെടുക്കുക. എന്റെ കാശും പോവും. മറ്റൊരു സന്താനമാണെങ്കിൽ ചക്ക ചെയ്ത് ചവണി ചെയ്ത് തിരിച്ചറിയാൻ പാടില്ലാത്ത ഒരു തന്നെ. അത് എന്റെ മക്കളെ കുറിച്ചാണ് പറയണത്. രണ്ടും കൂടി എന്നൊരു വഴി കാക്കും. വർഷയ്ക്കൊരു നല്ല ജീവിതം കിട്ടണമെന്ന് എന്തുമാത്രം ആഗ്രഹിച്ചവളാ ഞാൻ. അതിനുവേണ്ടി എന്തുമാത്രം നേർച്ചകളും വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തി. എന്നിട്ടും ദേവി, വർഷയുടെ ജീവിതം അപകടത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ മനസ്സിന്റെ ഭാരം എവിടെയാ ഒന്ന് ഇറക്കി വെക്കാം. അനിയത്തി, നിന്റെ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ എനിക്ക് മറ്റെന്താ ചെയ്യാൻ കഴിയുക? വന്ദനമ്മേ,
ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നതാണോ എന്റെ വന്ദനമ്മയുടെ സങ്കടത്തിന് കാരണം? എങ്കിൽ ദിയമോള് ത്യാഗിയാന്റിയുടെ വീട്ടിലോട്ട് പൊക്കോളാം വന്ദനമ്മേ. എന്തൊക്കെ മോളെ നീ പറയുന്നേ? രാഖിയന്റെയോടൊപ്പം പോവാൻ മോൾക്ക് ഇഷ്ടാണോ? അല്ല, ഒട്ടും ഇഷ്ടല്ല. പിന്നെന്താ അങ്ങോട്ട് പോണെന്ന് പറഞ്ഞേ? അങ്ങനെങ്കിലും വന്ദനമ്മയുടെ സങ്കടം മാറുമല്ലോ എന്ന് കരുതിയാ. ഞാൻ എത്ര ജോലി വേണമെങ്കിലും ചെയ്തോളാം, എത്ര അടി വേണമെങ്കിലും കൊണ്ടോളാം. എന്റെ വന്ദനമ്മയുടെ ചിരി കണ്ടാ മതി എനിക്ക്. ഇവിടെ കഴിയുന്നത് വന്ദനമ്മയ്ക്ക് ഇഷ്ടമില്ലെന്ന് മോൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ അച്ഛനും അച്ഛമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ മോള് ജീവനല്ലേ? സുചിത്രാന്റിക്കും ഹരിതാന്റിക്കും ഗോകുലിനും ബിനുവങ്കളിനൊക്കെ മോളോട് നല്ല സ്നേഹമല്ലേ? അതെ, അവർക്കൊക്കെ ദിയമോളെ ഇഷ്ടമാ. പിന്നെ പ്രകാശങ്ങളും മനോജങ്ങളും ഒക്കെ മോളെ കാണുമ്പോ മുഖം വെറുപ്പിക്കുന്നതൊക്കെ നേരം. പക്ഷെ മോളുടെ ദേഹത്തൊന്ന് തൊടാൻ പോലും അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? വന്ദനാമയ്ക്ക് അത് സഹിക്കില്ലെന്ന് അവർക്കറിയാം. ഇവിടെ ആർക്കും മോളെ ഇഷ്ടമല്ലെന്ന് തെറ്റിദ്ധരിച്ച് മോളെ ഇങ്ങോട്ട് ഒളിച്ചോടിയൊന്നും പോയി കളയരുത്. ഇല്ല വന്ദനാമ്മേ, ദിയമോൾ ഇനി ഒളിച്ചോടി പോവില്ല. എന്നെ പിടിച്ചോണ്ടുപോവാൻ പിച്ചക്കാര് ഇപ്പോഴും അവിടെ തന്നെ കാണും. അവരെന്നെ തട്ടിക്കൊണ്ടുപോകുന്നത് ജഗനങ്കിള് കണ്ടാലും എന്നെ രക്ഷിക്കാനും പോകുന്നില്ല. അതെന്താ? ജഗനങ്കിളിനെ വന്ദനമ്മ വരക്ക് പറഞ്ഞില്ലേ? പാവോ ജഗനങ്കിള്. അങ്കിളിനെ പിണക്കിയത് ഒട്ടും ശരിയായില്ല വന്ദനമ്മേ. മോളെ പിണക്കിയതൊന്നുമല്ല, അതൊന്നും പറഞ്ഞ മോൾക്ക് മനസ്സിലാവുകയില്ല. കുറച്ചുകൂടി വളരുമ്പോ അമ്മ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം, കേട്ടോ? എന്റെ മോളെ എവിടെയും പോകണ്ട. മോള് പോയാ വന്ദനമ്മ ഒറ്റയ്ക്കായി പോവും. ദിയമോൾ ഒരു കാര്യം ചോദിച്ചാ വന്ദനമ്മ സത്യം പറയോ? എന്താ മോളെ? വന്ദനമ്മയ്ക്ക് ജഗനങ്കിളിനെ ഇഷ്ടമല്ലേ? അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. മോള് വെളുപ്പിനെ എഴുന്നേറ്റതല്ലേ, കുറെ യാത്ര ചെയ്തതല്ലേ. മോള് കുറച്ചു നേരം ഒന്ന് കിടക്ക്. ക്ഷീണം മാറുന്നത് വരെ മോൾ ഉറങ്ങിക്കോ. കിടക്ക. ഇപ്പോഴാ ചന്ദ്രികേ നിന്റെ മാധവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കണ്ടത്. എന്നാൽ ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒക്കെ ഒരു ശമനം ഉണ്ടായല്ലോ. എല്ലാം ഗുരുവായൂരപ്പന്റെ കൃപാകടാക്ഷം. അതെ അമ്മേ, മൂത്ത മകൻ പ്രകാശൻ ജീവിക്കാൻ പഠിച്ചവന്. സ്വന്തം അച്ഛനമ്മമാരെ പോലും ചൂഷണം ചെയ്ത് ജീവിതം കരുപിടിപ്പിക്കാൻ അവന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവന്റെയും സുചിത്രയുടെയും കാര്യം ഓർത്ത് ആർക്കും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കമഴ്ന്ന് വീണാൽ കാൽ പണം, അതാണവൻ. പക്ഷേ വന്നു കയറിയ മരുമോൻ അങ്ങനെയല്ല, പരോപകാരിയും കോടീശ്വരനും അവിക്രം. അവന്റെ താലി എപ്പോ വർഷയുടെ കഴുത്തിൽ വീണോ അപ്പോ വർഷയുടെ ഭാഗ്യം പരകോടിയിൽ എത്തിക്കഴിഞ്ഞു. അതെ അമ്മേ, അതുകൊണ്ടായില്ലല്ലോ. പിന്നെ മനോജിന്റെ കാര്യം ഓർത്തിട്ടാണോ നിനക്ക് സങ്കടം?
മോളെ, ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി വിക്രം അവനെ സഹായിക്കും. വർഷമോള് പ്രത്യേക താല്പര്യം എടുത്ത് അത് ചെയ്യിച്ചിരിക്കും. പിന്നെ ഹരിതയുടെ മാസശമ്പളവും കൂടി ആകുമ്പോൾ മനോജിന്റെ കാര്യവും ഏതാണ്ടൊക്കെ ശരിയാകും. എന്തൊക്കെയായാലും ഹരിത കുറുപ്പിന്റെ ഒരേ ഒരു മകളാണല്ലോ. ശരിയാ. അവൾക്ക് അവകാശപ്പെട്ട സ്വത്ത് കൊടുക്കാതിരിക്കാൻ കുറുപ്പിന് കഴിയില്ല. അവന്റെ കാര്യവും അതോടെ ശരിയാകും. അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ലമ്മേ. ഒരേ ഒരു സങ്കടം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. എന്റെ വന്ദനമോള്. അവളാണ് എന്റെ ദുഃഖം. അവളാണ് എന്റെ നെഞ്ചിലെ നീറ്റ്. പാവം എന്റെ മോള്. മോള് വിഷമിക്കാതെ. ഭഗവാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുത്തിയതും പരീക്ഷിച്ചതും വന്ദനമോളെ. അവളെ രക്ഷിക്കാനുള്ള വഴിയും ഭഗവാൻ തന്നെ കണ്ടെത്തും. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. നീ നോക്കിക്കോ, പ്രകാശും മനോജും വർഷയൊക്കെ ചേർന്ന് വന്ദനമോളുടെ വിവാഹം നടത്തും. ഒരു നല്ല കാലം എന്റെ വന്ദനമോൾക്കും ഉണ്ടാവും. എല്ലാ മക്കളും സുരക്ഷിതരാണ്, എല്ലാവരും ഭാഗ്യശാലികളാണെന്ന് അമ്മയും അച്ഛനും ആശ്വസിക്കുമ്പോൾ വർഷ പോയത് നരകത്തിലേക്കാണെന്നുള്ള സത്യം ഞാൻ എങ്ങനെ പറയും? എനിക്കതിന് കഴിയുന്നില്ല. വരാൻ പോകുന്ന ആപത്തിനെ മനസ്സിലൊതുക്കാൻ എനിക്ക് ശക്തിയില്ലല്ലോ ഭഗവാനെ. പ്രകാശേട്ടനോടും മനോജിനോടും പറയാം. അവരുടെ പ്രതികരണം എന്തോ ആയിക്കോട്ടെ. ദൈവം എന്റെ കൺമുന്നിൽ കാണിച്ചു തന്ന വിക്രമിന്റെ തനി സ്വരൂപം അവരെങ്കിലും അറിയട്ടെ. ഏട്ടനും അനിയനും ഒരുമിച്ച് സിഗരറ്റ് വലിക്കുന്നത് ഇവിടെ മാത്രമേ കാണൂ. സ്വന്തമായിട്ട് കുറച്ച് വസ്തു വാങ്ങണം, എന്നിട്ട് വേണം അതിലൊരു ഉഗ്രൻ വീട് പണിയാൻ. അച്ഛൻ സ്വപ്നം കണ്ട പോലെ മാനത്തെ കൊട്ടാരം പോലൊരു വീട്. എന്നിട്ട് സുചിത്രയും ഗൂഗിളിനെയും കൂട്ടി അങ്ങോട്ട് താമസം മാറണം. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഏട്ടൻ പെട്ടിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുന്ന നക്കാപ്പിച്ച കൊണ്ടൊന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. സ്വന്തമായി പറമ്പ് വാങ്ങി വീട് വെക്കണമെങ്കിൽ ബഡ്ജറ്റ് 1 കോടിയിലൊന്നും നിൽക്കില്ല. പിന്നെ എന്ത് ചെയ്യും? ഏട്ടാ, ഏട്ടത്തിയുടെ വക ഷെയർ ലക്ഷക്കണക്കിന് കിട്ടാനുണ്ടായിരിക്കും അല്ലേ? നിർത്തടാ, നീ എന്താ കളിയാക്ക? എടാ, എന്റെ ഭാര്യയ്ക്ക് കാൽപ്പണത്തിന്റെ ഷെയർ ഇല്ലാത്തതും നിന്റെ ഭാര്യയ്ക്ക് കോടിക്കണക്കിന് സ്വത്തുള്ളതും തുല്യം തന്നെയാ. ഹരിതയുടെ ഷെയറായി ചില്ലിക്കാശ് പോലും കുറുപ്പ് നിനക്ക് തരാൻ പോണില്ല. അതൊക്കെ തക്ക സമയത്ത് ഒതുക്കിയെടുക്കാൻ ഈ മനോജിനറിയാം. അതൊക്കെ എവിടെ നിൽക്കട്ടെ, പറമ്പ് വാങ്ങാനും വീട് വെക്കാനും ഏട്ടൻ എവിടുന്നാ പണം? ആദ്യം അതറിയട്ടെ. എടാ, കാൽ കാശ് പോലും പലിശയില്ലാതെ കോടിക്കണക്കിന് പണം വിക്രമിനിക്ക് കടം തരും. തഞ്ചത്തിൽ വർഷയെ കൊണ്ടത് സംഘടിപ്പിച്ചെടുത്തിരിക്കും ഈ പ്രകാശൻ. അങ്ങനെ പറമ്പും വീടുമായി സ്വന്തം കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ എടാ, വിക്രം എന്റെ സ്വന്തം അളിയനാ.
കടം തന്ന പണം അളിയൻ തിരിച്ചു വാങ്ങാനും പോണില്ല. അങ്ങനെ പ്രകാശന് വീടായി, പറമ്പായി, 10 പൈസ പോലും സ്വന്തം പോക്കറ്റിൽ നിന്ന് ചോരുന്നതുമില്ല. അതാടാ പ്രകാശന്റെ ബുദ്ധി. എന്നാ എന്റെ ഭാവി സ്വപ്നവും വിക്രമിനെ കേന്ദ്രീകരിച്ച് തന്നെയാ. ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങാനുള്ള പണം വിക്രം എനിക്ക് തന്നിരിക്കും. ഓ പിന്നെ ഒരിക്കലും സ്റ്റാർട്ടാവാത്ത നിന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിന്റെ അമ്മായിച്ചൻ കുറിപ്പില്ലേ, 5 പൈസ പോലും നിനക്ക് തരാൻ പോകുന്നില്ല. ഹരിത തരുന്ന നക്കാപ്പിച്ചയെ പറ്റിക്കൊണ്ടേ അവളുടെ പിന്നാലെ മണിയടിച്ച് നടക്കാനാ നിന്റെ വിധി. കളിയാക്കിക്കോ. ലോകത്തുള്ള സകല മഹാമാരും ഇതുപോലുള്ള ചീപ്പ് കൊച്ചാക്കലിന് വിധേയരായിട്ടുണ്ട്. ഇത് കളിയാക്കലല്ല, എന്റെ ഉയർച്ചയിലേക്കുള്ള പിന്താങ്ങലായി ഞാനിതിനെ കാണുന്നു. ഇൻസ്പിറേഷൻ. ഓ പിന്നെ ഏട്ടാ നോക്കിക്കോ, എനിക്കും ഒരു നല്ല കാലം വരും. എന്റെ സമയവും തെളിയും. ഈ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. വിക്രം മനുഷ്യനല്ല, പിശാച. രക്തം കുടിക്കുന്ന പിശാച്. വർഷം പോയിരിക്കുന്നത് സ്വർഗത്തിലേക്കല്ല, ആ പിശാചിന്റെ തടവറയിലേക്കാ.